67 വാർഡുകളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തലസ്ഥാനത്ത് ബി ജെ പി കിടിലം സ്ഥാനാർത്ഥികളെ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആർ ശ്രീലേഖയാണ് ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥി. ആർ ശ്രീലേഖ IPS ശാസ്തമംഗലത്ത് നിന്ന് മത്സരിക്കും. ശാസ്തമംഗലത്ത് കടുത്ത പോരാട്ടത്തിന് വേദി ഒരുങ്ങുന്നു എന്ന് സാരം. ബി ജെ പിയുടെ മറ്റൊരു മേയർ സ്ഥാനാർത്ഥിയുണ്ട്, പത്മിനി തോമസ് മത്സരിക്കുന്നത് പാളയം വാർഡിൽ നിന്നാണ്. പാളയം വാർഡിൽ നിന്ന് പത്മിനി തോമസ് മത്സരിക്കും. മറ്റൊരു മേയർ സ്ഥാനാർത്ഥിയായ VV രാജേഷ് കൊടുങ്ങാനൂരിൽ നിന്ന് മത്സരിക്കും. ഇതാണ് 3 മേയർ സ്ഥാനാർത്ഥികൾക്ക് BJP നൽകിയിരിക്കുന്ന സീറ്റ്. കോൺഗ്രസിൽ നിന്ന് BJPയിലെത്തിയ മഹേശ്വരൻ നായർ പുന്നക്കാമുകൾ വാർഡിൽ നിന്നാണ് മത്സരിക്കുക. കഴക്കൂട്ടം അനിൽ മത്സരിക്കും. ഏറ്റവും ശ്രദ്ധേയം, തിരുമല അനിലിൻ്റെ ആത്മഹത്യ സൃഷ്ടിച്ച തിരുമല വാർഡിൽ ദേവിക മത്സരിക്കും. പേട്ടയിൽ BJPയുടെ മറ്റൊരു ശ്രദ്ധേയനായ കാൻഡിഡേറ്റാണ് മത്സരിക്കുന്നത്. P. അശോക് കുമാർ പേട്ടയിൽ നിന്ന് മത്സരിക്കും. BJPയുടെ പ്രമുഖ നേതാവായ തിരുവനന്തപുരത്തെ പ്രമുഖ നേതാവായ MR ഗോപൻ നേമത്ത് നിന്ന് മത്സരിക്കും. ചുരുക്കി പറഞ്ഞാൽ ശക്തമായ സ്ഥാനാർത്ഥി ലിസ്റ്റുമായാണ് BJP മുന്നോട്ട് പോകുന്നത്. ആർ ശ്രീലേഖ ആദ്യഘട്ടത്തിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവരെ മേയർ സ്ഥാനാർത്ഥിയാക്കാം എന്നാണ് BJP കൊടുത്ത ഉറപ്പ്. മേയർ സ്ഥാനാർത്ഥിയായാണ് ആർ ശ്രീലേഖ മത്സരിക്കുന്നത് എന്നത് ശ്രദ്ധേയം. അവരുടെ വാർഡായ ശാസ്തമംഗലം തന്നെ അവരുടെ വസതി സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലം തന്നെ അവർക്ക് BJP നൽകിയിരിക്കുന്നു. മറ്റൊരു മേയർ സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ ഏതെങ്കിലും കാരണവശാൽ തോൽക്കുകയാണെങ്കിൽ മറ്റൊരു മേയർ സ്ഥാനാർത്ഥി പത്മിനി തോമസ് ആണ്. പത്മിനി തോമസ് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകയായിരുന്നു, കോൺഗ്രസിൻ്റെ അനുഭാവിയായിരുന്നു. പത്മിനി തോമസ് പാളയത്ത് നിന്ന് മത്സരിക്കാൻ തീരുമാനമായി. മറ്റൊരു മേയർ സ്ഥാനാർത്ഥിയായ VV രാജേഷിന് കൊടുങ്ങാനൂരാണ് BJP സീറ്റ് കൊടുത്തത്. BJPയുടെ ഉറച്ച മണ്ഡലമായ കൊടുങ്ങാനൂരിൽ VV രാജേഷും മത്സരിക്കും. എന്തായാലും 67 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് BJP രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ഇനി CPM സ്ഥാനാർത്ഥി ലിസ്റ്റാണ് അറിയേണ്ടത്. അനൗദ്യോഗികമായി CPM തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എങ്കിലും സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിട്ടിട്ടില്ല CPM ഇതുവരെ. CPM 75 വാർഡുകളിലും CPI 17 വാർഡുകളിലും മത്സരിക്കും എന്ന സൂചന മാത്രമാണ് ലഭിച്ചിട്ട് ഉള്ളത്. CPMൻ്റെ മേയർ സ്ഥാനാർത്ഥി SP ദീപക് മത്സരിക്കുന്ന പേട്ട ത്രികോണ മത്സരം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. പേട്ടയിൽ SP ദീപകിനെ വെല്ലുവിളിക്കുന്നത് പേട്ട അനിലാണ്. D. അനിൽകുമാർ പേട്ടയിൽ 2 പ്രാവശ്യം കൗൺസിലറായിരുന്നു. അദ്ദേഹമാണ് SP ദീപകിന് വെല്ലുവിളിയുമായി വന്നിരിക്കുന്നത്. മറ്റൊരു വെല്ലുവിളി ഉയർത്തുന്നത് P. അശോക് കുമാറാണ്. അശോക് കുമാർ വയോവൃദ്ധനാണെങ്കിലും ജനങ്ങൾക്കിടയിൽ ശക്തമായ സ്വാധീനമുണ്ട്. എന്തായാലും BJP മേയർ സ്ഥാനാർത്ഥികളായി 3 പേരെ പരിഗണിക്കുക വഴി അവർ അവരുടെ രീതിയിലുള്ള പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞു. ആർ ശ്രീലേഖ ആദ്യഘട്ടത്തിൽ മത്സരിക്കാൻ വിമുഖത കാണിച്ചിരുന്നു. മേയർ സ്ഥാനാർത്ഥിയല്ലാതെ അവർ മത്സരിക്കില്ല എന്നൊരു തീരുമാനം അവർ എടുത്തിരുന്നു. അതിനു പകരം 10 വാർഡുകളിലെ ചാർജ് വഹിക്കാം എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അസന്നിഗ്ധ ഘട്ടത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം.
മാത്രമല്ല, ഗ്ലാമർ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യതയുമാണ്. ഈ സാഹചര്യത്തിലാണ് ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയായി അവരോധിച്ചുകൊണ്ട് BJP തിരുവനന്തപുരം പിടിക്കാൻ ഒരുങ്ങുന്നത്. ശ്രീലേഖ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് മത്സരിക്കും എന്നുള്ള സൂചന ശക്തമായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി അവരെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് BJP പടയോട്ടം തുടങ്ങിയിരിക്കുന്നു. BJPയിലെ ഓരോ സ്ഥാനാർത്ഥികളെയും അവർ ശ്രദ്ധാപൂർവമാണ് ഇറക്കിയിരിക്കുന്നത്. ശ്രീലേഖയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് RSSന്റെ പിന്തുണയും കൂടി ഉണ്ടാകും. മാത്രമല്ല, ശ്രീലേഖ ഇപ്പോൾ BJPയുടെ മുഖമാണ്. അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അവർ വളരെ ശ്രദ്ധേയവുമാണ്. എന്തായാലും BJPയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് സൂപ്പർ എന്നല്ലാതെ പറയാൻ പറ്റില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറക്കി കഴിഞ്ഞു. സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറക്കിക്കൊണ്ട് കോൺഗ്രസ് നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ BJP കിടിലം സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറക്കിക്കൊണ്ട് വെല്ലുവിളിച്ചിരിക്കുന്നു കോൺഗ്രസിനെ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ പൊതുവെയുള്ള ഒരു വികാരം വെച്ചാണെങ്കിൽ കഴിഞ്ഞ തവണ നേടിയ 10 സീറ്റിൽ കൂടുതൽ കോൺഗ്രസ് നേടും. 20 സീറ്റ് വരെ കോൺഗ്രസ് നേടും. ഈ സത്യം BJPക്കും അറിയാം. കോൺഗ്രസ് 20 സീറ്റ് നേടുകയാണെങ്കിൽ അതിൽ ഭൂരിഭാഗവും BJPയുടെ സീറ്റും ആയിരിക്കും. ഈ സാഹചര്യം വെച്ചാണ്, ഈ ഒരു അവസ്ഥ വെച്ചാണ് BJP സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്ത് ഇറക്കിയിരിക്കുന്നത്. ശ്രീലേഖ മേയറാകണമെന്ന് അവർ തന്നെ ആഗ്രഹിച്ചിരുന്നു. അവർ അത് BJP നേതൃത്വത്തെ അറിയിച്ചിരുന്നു. മേയറായി പ്രതിഷ്ഠിച്ചില്ല എങ്കിൽ താൻ മത്സര രംഗത്ത് ഇല്ലെന്ന് അവർ പറഞ്ഞിരുന്നു. പകരം 10 വാർഡുകളിലെ ചുമതല വഹിക്കാം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരെ മേയർ സ്ഥാനാർത്ഥി ആക്കിക്കൊണ്ട് BJP സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നു. പരസ്പരം കടിപിടി കൂടാതെയുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ് BJP പുറത്തിറക്കിയിരിക്കുന്നത്. BJP പുറത്തിറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഭൂരിഭാഗവും RSSന്റെ താല്പര്യപ്രകാരം പുറത്തിറക്കിയ ലിസ്റ്റാണ് എന്നുള്ളതും ശ്രദ്ധേയം. RSSനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം പിടിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയാണ്. CPMന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പൂർണ്ണമായി ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ BJP തങ്ങളുടെ 101 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ 67 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ശ്രീലേഖയും പത്മിനി തോമസും VV രാജേഷും ഒക്കെ മത്സര രംഗത്ത് ഉണ്ടാകും.